University autonomy is fundamental to democracy, as freedom of individual development is its very foundation. When education is exclusively controlled by the state, it becomes a tool for maintaining totalitarian regimes. In such systems, institutions of higher learning governed by the state serve as instruments to promote political agendas. ഇതെന്റെ വാക്കുകളല്ല സർ. 1948 കേന്ദ്ര സർക്കാർ UGCകൾ രൂപീകരിക്കുവാൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു ഇത്. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വായിക്കാം. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു പരിധിവരെയുള്ള സ്വയംഭരണാവകാശം ആവശ്യമാണ്. സ്വയംഭരണത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യമാണ്. സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള സ്വയംഭരണം എന്ന ആശയത്തെ ഒരു യാഥാർത്ഥ്യമായി പരിവർത്തിപ്പിക്കുവാൻ ഉതകുന്ന വികേന്ദ്രീകൃതവും ജനാധിപത്യപരവുമായ അക്കാദമിക ഭരണ സംവിധാനമാണ് നമുക്ക് ആവശ്യം. ഇത് 2008 ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം MG സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ശ്രീ UR അനന്തമൂർത്തി അധ്യക്ഷനായി CPMന്റെ സഹയാത്രികനും ചരിത്രകാരനുമായ ഡോക്ടർ KN പണിക്കർ പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നയരേഖയിലെ വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. നിങ്ങൾ ഇതിനെല്ലാം ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഒരു നിയമമല്ല ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ സാർ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. BJPയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളത് CPMന് വേണ്ടി ചുവപ്പുവൽക്കരിച്ചു. ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയും ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് അക്കാദമികവൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ? അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കുണ്ടോ? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഗവർണർ രാജായിരുന്നു. ഗവർണർ രാജ് മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി? മന്ത്രിരാജാക്കി. ഇത്രമാത്രം വ്യത്യാസമല്ലേ ഉള്ളൂ. സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും. പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സർ. ഇന്നിപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട മാറ്റമാണ്. അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രമല്ല അധികാരം. മന്ത്രി ഒരു ചിറ്റെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെയോ CITക്കാരനെ പറഞ്ഞു വിട്ടാ അവനും പോയി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച് അഭിപ്രായം പറയാം. ആരാണ് സാർ ഇവരൊക്കെ? മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ അധികാരം ഉണ്ടാവുക? ഇവിടെ വൈസ് ചാൻസലറിൽ നിന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തെ പറ്റി സ്റ്റഡീഡ് അല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർക്ക് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും എന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തു. ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു. ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് സാർ. രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും. അപ്പോ VCയുടെ അധികാരം രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇനി പല വ്യവസ്ഥ പറയാം, സ്റ്റാറ്റ്യൂട്ട് പറയാം. അതനുസരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത്. ഡിസിഷൻസ് ഓഫ് ദ വൈസ് ചാൻസലർ unless otherwise specifically provided, the decision of the vice chancellor on any question relating to election shall be final. അതായിരുന്നു വ്യവസ്ഥ. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു മിനിസ്റ്ററെ? നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ the registrar or any other person authorized by the vice chancellor shall be returning officer for elections held by the university. അതായത് രജിസ്ട്രാർ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു. വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറയുന്ന രജിസ്ട്രാറാ. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരിവിതറി എന്ന് പറയണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്ത്? കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഖാക്കന്മാർ എന്ത് ചെയ്തു? കുട്ടി സഖാക്കന്മാരാണല്ലോ, അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു, അങ്ങ് തിന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി. അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? രജിസ്ട്രാർ പറഞ്ഞു ആ SFIയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. VC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. SFIക്കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും SFIക്കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ്
പൊടിക്കൊന്ന് കലിപ്പടങ്ങണം. ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കൊന്ന് അടങ്ങണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വൈസ് ചാൻസലറുടെ ശുപാർശയില് നേരത്തെ പ്രോ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പോസ്റ്റായി മാറി. ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു, അതങ്ങ് മാറ്റി. ഇപ്പൊ എന്താ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ PVC ആകുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? എന്തൊരു ന്യായമാണ് സാർ? എന്തൊരു നീതികേടാണ് സാർ? ഇനിയിപ്പോ രാഹുൽ പ്ലീസ്, ഞാൻ സമയത്തില്ല സാർ. അപ്പോ അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല, ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ? ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം VC ഏൽപ്പിച്ചു. ഇവിടെ എന്താ, VCയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പൊ വൈസ് ചാൻസലറുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികളെല്ലാം വരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDFന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോ പക്ഷെ ഇതിനകത്തെ വ്യവസ്ഥകൾ കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ. ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്ന ഒഴിച്ച എല്ലാ ചിഹ്നങ്ങളും മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ചുവപ്പുവൽക്കരിക്കുന്നത്. സർവകലാശാലകൾ അറിവിന്റെ വിളനിലമാകണം. അതല്ലാതെ ഇവരെ ഏൽപ്പിച്ചിരുന്നാണ് സർക്കാര്യം. മന്ത്രിക്ക് അധികാരമുള്ള കഴിഞ്ഞ ദിവസം കൂടി ചോദിക്കുകയാണ്, ഈ സർവകലാശാല നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുമ്പോ മന്ത്രി അക്കാദമിക്കായിട്ട് എന്തെങ്കിലും മറുപടി പറ. പുച്ഛവും പരിഹാസവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക്കായിട്ട് വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട്? അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുണ്ട്? മന്ത്രി അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുച്ഛം വാരി വിതർന്നല്ലാതെ അക്കാദമികായ ചോദ്യങ്ങൾക്ക് അക്കാദമിക്കായിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ. കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ സർവകലാശാലകളെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ആഫീസുകളാക്കാനും CITക്കാർക്ക് ഈ നീക്കത്തെ നമ്മൾ എന്ത് വില കൊടുത്ത് തടയണം. ബഹുമാനപ്പെട്ട ശ്രീമതി ആർ ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിലാണ് അങ്ങിരിക്കുന്നത്. ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.